ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാരോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്നുള്ളത് നോക്കാം. നിങ്ങൾ എന്ത് എനർജിയിലാണുള്ളതെന്നും എന്തൊക്കെ ഗൈഡൻസ് ആണ് വരുന്നത് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുക. റെസനേറ്റ് ചെയ്യുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാം കേട്ടോ. പോസിറ്റീവ് ആയിരിക്കുമോ? എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്നുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കും കേട്ടോ. എന്താണ് ഇന്നത്തെ ഗൈഡൻസ്? വളരെ നല്ല കാർഡാണല്ലോ വന്നിരിക്കുന്നത്. 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചതിയുടെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അതായത് ഒരു കാർമികമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ ചിലപ്പോൾ ചില വ്യക്തിയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ചതിച്ച് കടന്നു പോയിട്ടുള്ള വ്യക്തികളായിരിക്കാനുള്ള സാധ്യതയാണ്. പക്ഷേ എങ്കിലും നിങ്ങളവരെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതവിടെ ഒരു കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം വന്നതും നിങ്ങൾക്ക് അവരെ മറക്കാൻ പറ്റാത്തതും എന്നുള്ളതാണ്. നിങ്ങളതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ ദിവസം ചിലപ്പോൾ അവരിൽ നിന്ന് ചിലപ്പോൾ ഒരു മെസ്സേജൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. അല്ലാത്തതിൽ നിന്നും, അല്ലാത്ത റിലേഷൻഷിപ്പുകളിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ അനുഭവങ്ങളായാലും മുമ്പ് നിങ്ങളിൽ വന്നിട്ടുള്ള എന്താണോ ആ ഒരു സിറ്റുവേഷൻ, അവിടെ നിങ്ങൾ പാഠങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വില തരാത്തടുത്ത് നിങ്ങൾ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിലെന്താണോ നിങ്ങൾ പാഠം ഉൾക്കൊണ്ടിട്ടുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ചിലർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെടാനൊക്കെയുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ തന്ത്രപരമായിട്ട് നിങ്ങളെ കുടുക്കാനുള്ള വഴി നോക്കുക, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക, ഒരു ചതി നിങ്ങൾക്കെതിരെ പ്രയോഗിക്കുക, നിങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങൾ നിങ്ങളിൽ നിന്നും തട്ടിപ്പറിച്ച് കൊണ്ടുപോവുക, ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ചിന്തകളിലേക്ക് തന്നെ മോശം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് വന്ന് പറയുക. ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ് ഇവിടെ കൂടുതലായിട്ടും ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ആരെക്കുറിച്ചെങ്കിലും അല്ലെങ്കിൽ അവരെ ചതിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും മറ്റൊരു വ്യക്തിയിലും തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ ഒക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ട സമയമാണിത് എന്നുള്ളതാണ് കേട്ടോ. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പ്രവർത്തിക്കുക. അതുപോലെ തന്നെ പണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ന് വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പണത്തെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് എതിരെ മറ്റുള്ളവർ തന്ത്രം പ്രയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള പണം അവിടെ നിന്ന് നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന തരത്തിലൊരു എനർജി കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നോക്കാം, അടുത്ത കാർഡ് നോക്കാം. 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ വിദേശത്ത് നിന്നൊക്കെ വരാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വളരെ പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പെട്ടെന്നുള്ള ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് വരിക, ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ ക്വിക്കായിട്ട് നടക്കുന്ന ഒരു സമയമാണ്, തീരുമാനമെടുക്കാൻ പറ്റുന്ന സമയമാണ്. നിങ്ങൾ ഒരു എയർ ട്രാവൽ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന്, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കാർമികമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു മെസ്സേജൊക്കെ കിട്ടാനുള്ളൊരു ചാൻസാണ് ഇവിടെ കാണുന്നത്. കൂടുതലായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ ചിലരുടെ കേസിലിവിടെ നടക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട്, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് നടക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. ചെയ്യാം. മൂൺ ഗാർഡിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട്. ഓക്കെ,
ഈ ഒരു കാർഡ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടുതലായിട്ടും നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നതായിട്ടും ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഇൻഡ്യൂഷനുമായിട്ട് ലഭിക്കുന്നതായിട്ടും നിങ്ങളുടെ സ്വപ്നത്തിലൂടെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിട്ടും ഒക്കെ കാണുന്നു. ചിലർക്ക് ഇവിടെ നിങ്ങൾ എവിടെയാണോ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഭയന്ന് ഒക്കെ ആശങ്കയോടുകൂടി നിന്നിട്ടുള്ളത്, അവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങളുടെ അവിടെ എന്താണ് നടന്നത്, എന്ത് പ്രശ്നമാണ് നിങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ചിലർക്കൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഇപ്പം കോടതി സംബന്ധമായിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഭയം നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾക്കെതിരെയാകുമോ, അല്ലെങ്കിൽ വിധി നിങ്ങൾക്ക് അനുകൂലമാകുമോ അല്ലെങ്കിൽ പ്രതികൂലമാകുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഭയക്കുന്ന തരത്തിലൊരു എനർജിയും ചിലർക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ പറഞ്ഞതുപോലെ കാലാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ യുദ്ധഭീതി ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ടെൻഷൻസ്, അത് ജനറലായിട്ട് പറയുന്നതാണ്. അതായത് പൊതുവായിട്ടുള്ള സമൂഹത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന തരത്തിലുള്ള കാര്യമാണ്. ചിലപ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ കാലാവസ്ഥയിൽ മഴ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഗൾഫ് കൺട്രീസിലുള്ളവരും ചിലപ്പോൾ റീഡിങ് കാണുന്നുണ്ടാവും, അവരെയും ചിലപ്പോൾ ബാധിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ മഴയൊക്കെ കൂടുതലായിട്ട് പെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ടെൻഷൻസും അതുമൊക്കെ ആയിരിക്കും, അവരുടെ എനർജി ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴുള്ള ടെൻഷനും സങ്കടങ്ങളും വിഷമങ്ങളും ആശങ്കകളും ഒക്കെ ഈ മൂൺ കാർഡിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ ചിലരുടെ കാര്യത്തിൽ. അതുപോലെ ചിലരിപ്പോൾ വിദേശത്ത് നിന്ന് വരാനോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനോ തയ്യാറായി നിൽക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസലാകുമോ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ആശങ്കയോടുകൂടി നിൽക്കുന്ന തരത്തിലൊരു എനർജിയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. നോക്കാം. ഹീറോഫൻറ്റിൻ്റെ എനർജിയാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതലായിട്ടും സ്പിരിച്വാലിറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ്. സ്പിരിച്വാലിറ്റിയുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കിന്ന് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളൊരു ഗൈഡൻസ് ഒക്കെ എടുക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ എന്തെങ്കിലും കോഴ്സൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധ്യമാവുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു ഗുരുവിനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ആ ഒരു രീതി ഫോളോ ചെയ്യുന്ന തരത്തിലൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിക്കുക, ഗുരുവിനെ കിട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്പലത്തിലെ പുരോഹിതനുമായിട്ട് അല്ലെങ്കിൽ പ്രീസ്റ്റുമായിട്ടൊക്കെ സംസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിൽ ഇന്ന് സറണ്ടർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളെ വിഷമിച്ചവരോട് നിങ്ങൾ ഫോർഗീവ് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ്. എന്തായാലും ഒരു പ്രതീക്ഷയാണ് നിങ്ങളിലേക്ക് വരുന്നത്. പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. നിങ്ങളിൽ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്കൊരു കടമ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു അറിവ് നിങ്ങൾക്ക് വരികയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ചിലർക്കൊക്കെ ഒരു കല്യാണത്തിൻ്റെ എനർജി കൂടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു കല്യാണം ശരിയാവുന്നു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സോഷ്യലി വ്യത്യസ്തമായിട്ടുള്ള റിലീജിയനിലോ അല്ലെങ്കിൽ കാസ്റ്റിലോ ഒക്കെ പെട്ടുള്ള വ്യക്തികളുമായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. യെസ്, ഇവിടെ വരുന്നത് പുതിയൊരു തുടക്കമാണ്. വലിയൊരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിയിട്ട് അവിടെ നിങ്ങൾ ഹീൽഡായിട്ട് ഒരു കുട്ടിയുടെ എനർജിയോടുകൂടി നിങ്ങൾ പുതിയ രീതിയിൽ ജീവിതത്തെ കാണാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് സാധ്യമാകുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. സന്തോഷമാണ്, സമൃദ്ധിയാണ് നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ അബണ്ടൻസ് കൂടി നിങ്ങൾക്ക് വരുന്നു. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. സെലിബ്രേഷൻ ഇതൊക്കെ വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സന്തോഷത്തിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിലായാലും എല്ലാ കാര്യത്തിലും ഇവിടെ നിങ്ങൾക്ക് വലിയൊരു എൻഡാണ് സംഭവിച്ചിരിക്കുന്നത്. പുതിയൊരു
കാര്യം, ആ ഒരു സമയം എൻഡായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കർമ്മയൊക്കെ അവിടെ എൻഡായിട്ട് പുതിയ തുടക്കം, ഒരു കുട്ടിയെ പോലെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് കേട്ടോ. റീബർത്താണ്, റീസ്റ്റാർട്ടാണ്, ഫണ്ണാണ്, ജോയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സക്സസ്സും സെലിബ്രേഷനും അബണ്ടൻസും എല്ലാം നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഹീലിംഗ് നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വളരെയധികം ഹാപ്പി ആയിട്ട് ഒരു കുട്ടിയെ പോലെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഇന്നർ ചൈൽഡൊക്കെ ഹീലാവുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അടുത്തത് എംപററാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് നിങ്ങൾ കുറച്ചധികം റൂളിങ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ ആ ഒരു അതോറിറ്റി കാണിക്കുന്നത് പോലുള്ള ഒരു എനർജിയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ ചിലർ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും നാൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് സാധിച്ചു എന്ന് വരില്ല. ഇപ്പോൾ നിങ്ങൾക്കതിന് സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിലരുടെ എനർജി. മറ്റുള്ളവരുടെ ചില എനർജിയിലാണ് ഞാൻ പറഞ്ഞ ഒരു ഈഗോ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ ചിലർക്കൊക്കെ നിങ്ങളുടെ ആ ഒരു കർമ്മ അവിടെ എൻഡായിട്ട്, അതായത് നിങ്ങൾക്ക് ഇത്രയും നാളൊരു അടുക്കും ചിട്ടയില്ലാത്ത രീതിയിലൊക്കെ പോയി, അല്ലെങ്കിൽ ഒരു ഫോക്കസ്ഡ് ആകാൻ പറ്റാത്ത രീതിയിലാണ് നിന്നെങ്കിൽ, അല്ലെങ്കിൽ കാര്യങ്ങളെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും സാധിക്കുന്നില്ല എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇനി മുതൽ അതിന് സാധിക്കും, സ്ട്രക്ചേർഡ് ആവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അതിനായിട്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്തുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനിൽ നിന്ന് തന്നെയായിരിക്കും, അച്ഛൻ അല്ലെങ്കിൽ അച്ഛനെ പോലെ നിങ്ങൾ കരുതുന്ന വ്യക്തിയിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വലിയൊരു മാറ്റം വരാൻ വേണ്ടി പോകുന്നത്. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞു തീർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ മൂൺ എനർജിയിൽ നിങ്ങളുടെ അമ്മയുടെ ഒരു എനർജി കൂടി ഉണ്ട് കേട്ടോ. അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ആഗ്രഹ പൂർത്തീകരണം വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ബോസിൽ നിന്നും, ഇപ്പോൾ വർക്കിംഗ് ആയ വ്യക്തികളിൽ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ബോസിൽ നിന്നും നിങ്ങളെക്കുറിച്ച് വളരെ നല്ല വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു, നിങ്ങളെ അംഗീകരിക്കുന്നു, നല്ല, അതായത് അവർ നിങ്ങളെ വളരെ നല്ലൊരു എനർജി ആയിട്ട് അവർ സ്വീകരിക്കുന്നു. ഇതുവരെ നിങ്ങളോട് ചിലപ്പോൾ വളരെയധികം റൂഡായിട്ടായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം ദേഷ്യപ്പെട്ടും ഒരു ഈഗോയിസ്റ്റൊക്കെ ആയിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടിയും ഒക്കെ പെരുമാറുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് നല്ല രീതിയിൽ നല്ല അഭിപ്രായങ്ങൾ പറയുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ബോട്ടം വന്നേക്കുന്നത് വേൾഡ് കാർഡാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു കംപ്ലീഷനാണ് ഇവിടെ വരുന്നത് കേട്ടോ. ആ ഒരു കാർമികമായിട്ടുള്ള സിറ്റുവേഷനൊക്കെ എൻഡായി ഒരു കംപ്ലീഷൻ നിങ്ങൾക്ക് വരുന്നു, ഒരു ആഗ്രഹ പൂർത്തീകരണം വരുന്നു. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു സക്സസ് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു സെലിബ്രേഷൻ വരുന്നൊരു സമയമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഇതൊരു എയർ ട്രാവലിൻ്റെ കാർഡ് കൂടിയാണ്. ഒന്നുകിൽ നിങ്ങൾ വിദേശത്തേക്ക് ജോലിക്കോ അല്ലെങ്കിൽ കോഴ്സോ പഠിക്കാനോ ഒക്കെ ആയിട്ട് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് വരുന്നതുമായിരിക്കാം. എന്തായാലും ഒരു എയർ ട്രാവൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി, റിലേഷൻഷിപ്പ്, ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ മറ്റുള്ളവരുടെ സർവൈലൻസിലാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു ഡാൻസിങ് ലേഡിയെ പോലെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തുന്ന തരത്തിലൊരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം യാത്ര പോകുന്നുണ്ടാവും എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ തന്നെ നല്ല രീതിയിലൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ കൂടി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് അത് മറ്റുള്ളവർ നിങ്ങളോട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ടാവും, നിങ്ങൾക്ക് എന്തോ ഒരു സ്പിരിച്വലി ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ തന്നെ വളരെയധികം ഒരു പ്രത്യേകത തോന്നുന്നു, ഒരു അട്രാക്ഷൻ തോന്നുന്നു, നല്ലൊരു ഓറ തോന്നുന്നു. ഇതൊക്കെ നിങ്ങളോട് ഇന്ന് മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുമ്പ് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ, നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ
ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു തുടക്കം ലഭിക്കുന്ന ഉള്ളൊരു എനർജി കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. വേൾഡ് കാർഡിൽ ഒരു പൂർണ്ണതയുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ചിലരുടെ ഒരു മാരേജിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പൂർണ്ണതയുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. നോക്കാം, ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ടേക്ക് കാണാം. നോ നീഡ് ടു വറി, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു വിഷമമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ കരുതി നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവിടെ വിഷമിക്കേണ്ട എന്നുള്ളതാണ്. അതുപോലെ ഒരു ഭയത്തിൻ്റെ എനർജി ഉണ്ട്. അവിടെയും പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ശരിയാവും. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാനാണ് പറയുന്നത് കേട്ടോ, കേൾക്കാനാണ് പറയുന്നത്. ഇൻറ്റ്യൂഷനെ കേൾക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കുക. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. അൺലൈക്ലി, യെസ്. ഇവിടെ ചിലരുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് ചില തിരിച്ചടികളോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു, നിങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കാനുള്ളൊരു ഇതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് കെയർഫുള്ളായിരിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും കെയർഫുള്ളായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ വാഹനങ്ങളുമായി പുറത്തു പോകുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വളരെയധികം ക്ലിയറായിട്ട് വെക്കുക. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കുക എന്നുള്ളത് കേട്ടോ. പ്രാർത്ഥിക്കുക, നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. അൺലൈക്ലി, എന്താണോ വിചാരിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരോട് ഇന്നത്തെ ദിവസം സഹായം വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ചോദിക്കാതിരിക്കരുത് എന്നുള്ളതാണ് കേട്ടോ. എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ചോദിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ ഈഗോ വെച്ച് അവിടെ നിൽക്കരുത് എന്നുള്ളതാണ്. കാരണം നിങ്ങളെ സഹായിക്കാനായിട്ടുള്ള വ്യക്തികളെ യൂണിവേഴ്സ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. യെസ്, നിങ്ങളോട് ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. ഇവിടെ രണ്ടും കുതിരയാണ് കേട്ടോ. അപ്പോൾ വളരെ സ്പീഡിയായിട്ട് പോകുന്നൊരു ആനിമലാണ് കുതിര എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഈ ഒരു സമയം ഇനിയും വിഷമിച്ച് സങ്കടപ്പെട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള സമയമാണ്. മുന്നോട്ടേക്ക് പോകൂ. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് കേട്ടോ. നോക്കാം, ലവേഴ്സിനുള്ള ഗൈഡൻസ്. ഫ്രീ യുവർ സെൽഫ്, വീണ്ടും ഒരു കുതിരയാണ് കേട്ടോ. യൂണിക്കോണാണ്, പക്ഷേ എങ്കിൽ കുതിരയാണ്. അപ്പോൾ ഇവിടെ യൂണിക്കോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് നിങ്ങളോട് വീണ്ടും പറയുന്നത്. ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഫോർ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോള് നിങ്ങൾ ഏറ്റെടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ മറ്റാരുടെ കൺട്രോളിലും നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോള് നിങ്ങൾ തന്നെ എടുക്കണം എന്നുള്ളതാണ്. മറ്റാരെയും നിങ്ങളുടെ ചുറ്റിലും ഒരു ബൗണ്ടറി സൃഷ്ടിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. ഇവിടെ സെയിം കാർഡ്സ് തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ആസ്ക് ഫോർ ആൻഡ് ആക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സഹായം ചോദിക്കൂ. അവർ സഹായിക്കും. എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യൂ, നിങ്ങൾ സ്വീകരിക്കൂ എന്നുള്ളതാണ്. മറ്റുള്ളവർ സഹായം ഇന്നത്തെ ദിവസം തരാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ ഈഗോ ഒന്നും വെച്ച് നിൽക്കണ്ട. സഹായം വേണമെങ്കിൽ നിങ്ങളത് ഒരാൾ സഹായിക്കാൻ വരുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, ആ സപ്പോർട്ടിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് കേട്ടോ. റിട്രീറ്റ്, യെസ്, ഇറ്റ് ഈസ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദി വേൾഡ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നൊരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളിൽ മുമ്പുണ്ടായിട്ടുള്ള വ്യക്തി നിങ്ങളിലേക്കൊരു മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരിക, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുക, ഇങ്ങനെയുള്ള സമയമാണ്. അപ്പോൾ റിട്രീറ്റാണ് പറയുന്നത്. വീണ്ടും വേൾഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ലോകത്ത് നിങ്ങൾ നിൽക്കൂ. നിങ്ങൾ മറ്റുള്ളതെല്ലാം മറക്കൂ, മറ്റുള്ളതെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലോകത്തിൽ നിങ്ങൾ സന്തോഷത്തോടെ നിൽക്കൂ എന്നുള്ളതാണ്. ഡിസെപ്ഷൻ, സംവൺ ഈസ് വിയറിങ് എ ഫാൾസ് സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. ഇവിടെ ഫസ്റ്റ് തന്നെ സെവൻ ഓഫ് സോർഡ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചതിയുടെ എനർജിയാണ്. ഇവിടെയും ഒരു ചതിയുടെ എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളല്ലെങ്കിൽ മറ്റു വ്യക്തി
ഒരു ഫാൾസ് ആയിട്ടുള്ള മാസ്ക് ഒക്കെ വെച്ച് നിൽക്കുകയാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അതല്ല പുറമേ കാണിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് ചിലർക്കുള്ള മെസ്സേജ്. പോസിറ്റീവ് തിങ്കിങ് ആണ് നിങ്ങൾക്കെല്ലാം കൊണ്ടുതരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾ സംശയത്തോടു കൂടിയോ അല്ലെങ്കിൽ കിട്ടില്ല എന്ന് വിചാരിച്ചോ നിൽക്കണ്ട. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം, വിശ്വസിക്കണം, ട്രസ്റ്റ് ചെയ്യണം, കിട്ടി എന്ന് വിശ്വസിക്കണം, എങ്കിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. ഇതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ലൈക്ക് ചെയ്യുക, താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഹൈപ്പ് ചെയ്യണേ.